ഹലോ, ഇന്നത്തെ ഉച്ചയൂണ് ഇത്തിരി സ്പെഷ്യലാണ്. ഇന്ന് മമ്മൂൻ്റെ അംഗനവാടിയിലേക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിക്ക് വേണ്ട ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇന്നലെ അംഗനവാടിയിലേക്ക് ഒരാൾ ബിരിയാണി കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണല്ലോ. കുട്ടികളാണെങ്കിൽ ബിരിയാണി ആശിച്ചിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ടീച്ചറെ ബിരിയാണി അല്ലേ തരുമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഞങ്ങൾക്ക് എന്തിനാ കഞ്ഞി തരുന്നത്? അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഇതാ ചിക്കൻ ഫ്രൈ ആക്കിയ അതേ എണ്ണയിൽ തന്നെയാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ എരിവൊക്കെ നന്നായി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നേർങ്ങനെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചതച്ച പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് പുതിനയിലും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ സ്പൈസസും ഉപ്പും പിന്നെ ഗീയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറിൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. 12:30 ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. ഓൾറെഡി 12:45. അപ്പോൾ പിന്നെ ചടപടാന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടായിരുന്നു അംഗനവാടിയിലേക്ക്. അങ്ങനെ ബിരിയാണി കിട്ടിയതോടുകൂടി കുട്ടികൾ ഹാപ്പിയായി. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.